നമ്മൾ ആകാംക്ഷയുടെ കാത്തിരുന്ന സിനിമയാണ് ഡി എസ് എയുടെ OTT തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മൂന്നാമത്തെ സിനിമയാണ് DSRA. പ്രണവാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 31 തീയതിയാണ് പടം റിലീസായത്. 113 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ചിത്രത്തിൻ്റെ റിലീസിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ഡിസംബർ 25 തീയതി, അതായത് ക്രിസ്മസിൻ്റെ അന്ന് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. പടം ഇപ്പോഴും വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായി OTT റിലീസായ ഒരു കോമഡി തമിഴ് ചിത്രമാണ് കമ്പി കഥനകഥ. ഇത് ഒക്ടോബർ 17 തീയതി റിലീസായ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. സിനിമ അടിപൊളി കോമഡി എൻ്റർടൈനർ മൂവിയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. അടുത്തായിട്ട് പറയാൻ പോകുന്ന ഇന്ന് റിലീസായ ഒരു തമിഴ് സീരീസിനെ കുറിച്ചാണ്. ദാഹ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തൊരു തമിഴ് സീരീസാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് സൈബറുമായിട്ട് ബന്ധപ്പെട്ടൊരു സീരീസാണ് നെറ്റ്വർക്ക്. ഇന്നത്തെ ജനറേഷനെ ഇഷ്ടപ്പെടുന്നൊരു സീരീസാണിത്. ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. സുഹൃത്തുക്കളെ, ഇന്ന് OTT റിലീസായ ഒരു സിനിമയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷ് നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷാണ് ഈ പടത്തിലെ മെയിൻ ക്യാരക്ടർ. ഒരു യക്ഷിപ്പടമാണ് ഈ പടം. ഗായത്രി സുരേഷ് യക്ഷിയായിട്ട് അഭിനയിക്കുന്നൊരു സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് CS വിനായകനാണ്. പടം OTTയിൽ ഇന്ന് അവൈലബിൾ ആണ്. അടിപൊളി ഒരു യക്ഷിപ്പടമാണ്. പക്ഷേ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ വെച്ചാൽ ഈ പടത്തിൻ്റെ ഒരു പേരാണ്. ഇതൊരു B ഗ്രേഡ് പടത്തിൻ്റെ ഒരു പേര് പോലെയാണ് എനിക്ക് തോന്നിയത്, തയ്യൽ മിഷൻ. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ പേടിച്ചോ ഇല്ലെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. OTT കണ്ടുകൊണ്ടാണോ എന്നറിയത്തില്ല. നിങ്ങളെ ഞാനിന്ന് പേടിപ്പിച്ച് കൊല്ലും. പേടിക്കാൻ വേണ്ടി അടുത്തൊരു ഇംഗ്ലീഷ് പടം കൂടെ വന്നിട്ടുണ്ട്, ദ ആസ്ട്രോനട്ട്. ത്രില്ലർ അമേരിക്കൻ സയൻസ് ഹൊറർ സിനിമയാണിത്. ഈ പടം ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പടം കണ്ടിട്ട് നിങ്ങൾ പേടിച്ചോ ഇല്ലെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അതിലൊരു മികച്ചൊരു സിനിമയാണ് ദ ആസ്ട്രോനട്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. പിന്നെ ഇന്ന് OTT റിലീസായ അടുത്തൊരു ചിത്രമാണ് ബാഡ് ഗേൾ. ഇതൊരു തമിഴ് ചിത്രമാണ്. അഞ്ജലി ശിവരാമൻ്റെ ചിത്രമാണ്. പിന്നെ വെട്രിമാരനാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. ഒരു തമിഴ് ചിത്രമാണ് ബാഡ് ഗേൾ. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ് ബാഡ് ഗേൾ. ഇപ്പോൾ സിനിമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതും എനിക്കൊരു പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് പേടിക്കാൻ ഇഷ്ടമാണോ? പേടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒരു കിടുക്കാച്ച് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഫോൺ 2 എന്നാണ് പടത്തിൻ്റെ പേര്. ഇതൊരു ഇംഗ്ലീഷ് ഹൊറർ സിനിമയാണ്. 154 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 1 മണിക്കൂർ 54 മിനിറ്റ്. നെറ്റ്ഫ്ലിക്സിലാണ് പടം റിലീസായിരിക്കുന്നത്. നിങ്ങൾക്ക് പേടിക്കാൻ താല്പര്യമുണ്ടോ? ഈ പടം ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഡൂഡിൻ്റെയും OTT തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 17 തീയതി റിലീസ് ചെയ്ത ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന മമിത ബൈജുവും പ്രദീപ് രംഗനാഥുമാണ്. 139 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. ഇതോടെ ബോക്സ് ഓഫീസിൽ 100 കോടി അടിച്ചൊരു സിനിമയാണ് ഡൂഡ്. പ്രദീപ് രംഗനാഥിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് വേണേൽ പറയാം. ചിത്രത്തെക്കുറിച്ച് അടിപൊളി പടമാണിത്. ഈ പടത്തിൻ്റെ OTT കുറിച്ച് പറയുവാണെങ്കിൽ നവംബർ 14 തീയതിയിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം അടിപൊളി ഒരു സിനിമയാണ്. ഈ സിനിമ നിങ്ങൾക്കൊരു നഷ്ടമാകത്തില്ല. അടിപൊളി സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത OTT റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന പടമാണ് വേല. ഒരു ആക്ഷൻ മൂവി പടമാണ്. പോലീസ് സിനിമയാണ്. വേലയിൽ മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷൈൻ നിഗം, സണ്ണി വെയിന്, അതിഥി ബാലൻ എന്നിവരെയാണ്. 2023 നവംബർ 10 തീയതി റിലീസ് ചെയ്ത പടം ഈ 2 വർഷമായിട്ട് റിലീസായിട്ടില്ല OTTയിൽ. ഈ മാസം പകുതിയോടെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മനോരമ മാക്സിനാണ് പടം റിലീസ് ചെയ്യുന്നത്. 148 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. നല്ലൊരു പോലീസ് ആക്ഷൻ സിനിമയാണ്. അടുത്ത OTT റിലീസിന് വരാൻ വേണ്ടിയിരിക്കുന്ന പടമാണ് ഗെറ്റ് സെറ്റ് ബേബി സംവിധാനം ചെയ്തിരിക്കുന്ന വിനയ് ഗോവിന്ദാണ്. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ, നിഖില വിമല്, ശ്യാം മോഹൻ, ജോണി ആൻ്റണി, ചെമ്പൻ വിനോദ് എന്നിവരാണ്. മനോരമ മാക്സിൽ ചിത്രം നവംബർ പകുതിയോടെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.